ഹായ് ഓൾ. അടുത്തത് നമ്മൾ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള യൂണിറ്റിലെ ലാസ്റ്റ് പാർട്ടാണ് ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്? ഒന്നാമതായിട്ട് ദ ഗോൾ ഈസ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഗ്രോ ഇന്റലക്ച്വലി, ഇമോഷണലി ആൻഡ് മോറലി. ടീച്ചേഴ്സ് ആയാലും സ്റ്റുഡൻസിനെ ആയാലും അവരെ ഇന്റലക്ച്വലായിട്ടും മോറലും ഇമോഷണലായിട്ട് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ ഫങ്ഷൻ. അടുത്തത് മെറ്റീരിയൽ റിസോഴ്സ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഷുഡ് ബി യൂസ്ഡ് വൈസ്ലി. ഇതെല്ലാം വൈസായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ട ഗോള് ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. മേക്ക് ദ ലേണർ ആക്റ്റീവ്. എപ്പോഴും എഡ്യൂക്കേഷൻ എന്തായിരിക്കണം എന്ന് വെച്ചാൽ സ്റ്റുഡന്റ് സെന്റേർഡ് ആയിരിക്കണം. പോളിസീസ് ഓൺ അഡ്മിഷൻ പ്രൊമോഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ സ്റ്റുഡൻസ് നീഡ്, ടാലൻസ് ആൻഡ് ഇൻട്രസ്റ്റ്. എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സ്റ്റുഡൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. പ്രൊവൈഡ് അഡിക്വേറ്റ് ഫിസിക്കൽ ഫെസിലിറ്റീസ്. സ്കൂൾ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ മെയിൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക എന്നാണ്. അതായത് ബിൽഡിങ്സും എക്യുപ്മെന്റ്സും പ്ലേ ഗ്രൗണ്ട്സും ലൈബ്രറീസ് ഹോസ്റ്റൽസ് എക്സെട്ര. വിതൗട്ട് ദം എഡ്യൂക്കേഷണൽ ഗോൾ കനോട്ട് ബി അച്ചീവ്ഡ്. ഇത്രയും ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഗോൾ നമുക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അടുത്തത് അഡെയർ ടു ലീഗൽ പ്രൊവിഷൻസ്. ഓൾ പ്രോഗ്രാംസ് മസ്റ്റ് ഫോളോ റൂൾ ആൻഡ് സ്റ്റാൻഡേർഡ് സെറ്റ് ബൈ അതോറിറ്റീസ്. ഓരോ അതോറിറ്റീസും സെറ്റ് ചെയ്യുന്ന നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണം എന്നാണ്. അത് പാലിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ചെയ്യാൻ. ഡിസിഷൻ മേക്കിംഗ് വിത്ത് റെസ്പെക്ട് ടു ഫിനാൻസ്. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഹാൻഡിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് റെസ്പോൺസിബിളി. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണം സൂക്ഷ്മമായി കൈകാര്യം ചെയ്യണം. അതിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാന്ന് വെച്ചാൽ മാനേജിംഗ് റവന്യൂ ആൻഡ് എക്സ്പെൻസ് ത്രൂ ഓഡിറ്റ്. വരുമാനവും ചെലവും ഓഡിറ്റ് വഴി പരിശോധിക്കുക. ഷെയറിംഗ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. കേന്ദ്രം സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ ധനകാര്യ ഉത്തരവാദിത്തം പങ്കിടുക. ക്രിയേറ്റിംഗ് ബഡ്ജറ്റ് ആൻഡ് സ്പെൻഡിംഗ് പ്ലാൻ. ബഡ്ജറ്റ് തയ്യാറാക്കി ചെലവുകൾക്ക് പദ്ധതികൾ പ്ലാൻ ചെയ്യുക. പ്രൊവൈഡിംഗ് എഡ്യൂക്കേഷൻ വിത്തിൻ ഫിനാൻഷ്യൽ ലിമിറ്റ്. ലഭ്യമായ പണത്തിനുള്ളിൽ വെച്ചിട്ട് നല്ല ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എൻഷുറിംഗ് ഈക്വൽ ഫണ്ടിംഗ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യാവസരങ്ങളും ധനസഹായം ഉറപ്പാക്കും. ഫണ്ടിംഗ് ഫോർ ലൈബ്രറി, സ്പോർട്സ് ആൻഡ് സ്പെഷ്യൽ സ്റ്റുഡൻസ് നീഡ്സ്. ലൈബ്രറി, സ്പോർട്സ്, അങ്ങനെ പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾ ഉണ്ടാവും. അവർക്കൊക്കെ അതിനു വേണ്ട ധനസഹായം നൽകുക എന്നുള്ളത്. 7th one, കോപ്പറേഷൻ വിത്ത് സൊസൈറ്റി. സമൂഹമായി സഹകരിക്കുക. എഡ്യൂക്കേഷൻ ഷുഡ് ബി കണക്റ്റഡ് വിത്ത് കമ്മ്യൂണിറ്റി ലൈഫ്. നമ്മൾ എഡ്യൂക്കേഷൻ എപ്പോഴും കമ്മ്യൂണിറ്റി ലൈഫായിട്ട് കണക്റ്റ് ആയിട്ടുള്ളതായിരിക്കണം. നമ്മൾ സ്റ്റുഡൻസിനെയും കമ്മ്യൂണിറ്റി പാരന്റ്സിനെയും കമ്മ്യൂണിറ്റിനെയും ഒക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ടായിരിക്കണം എപ്പോഴും ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് റൺ ചെയ്യേണ്ടത്. ദിസ് ക്രിയേറ്റ് മീനിങ് ആൻഡ് റെലവന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇങ്ങനെ നമുക്ക് നല്ലൊരു മീനിങ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം തയ്യാറാക്കാൻ പറ്റും. റിലേഷൻസ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ബന്ധം? രണ്ടും എന്താണ്? സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നല്ല പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആളുകളെ, അതായത് ടീച്ചേഴ്സ്, വേറെ സ്റ്റാഫ്സ്, അതിനാവേണ്ട റിസോഴ്സസ്, ടെക്നോളജീസ് ഒക്കെ ലക്ഷ്യം വെച്ച് ഒക്കെ റെഡിയാക്കി കൊടുക്കും. അഡ്മിനിസ്ട്രേഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്കൂള് നല്ല സുഗമമായി നടത്തി പോകാനുള്ള നിയമങ്ങളും ചട്ടങ്ങളും പോളിസികളൊക്കെ രൂപപ്പെടുത്തി സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഈസി ആക്കി കൊടുക്കുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത്? ആളുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സ്റ്റാഫും ഫിനാൻസും ടെക്നോളജി എന്നിവ ആണ് അവരുടെ ലക്ഷ്യം. അഡ്മിനിസ്ട്രേഷൻ എന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളും കുറെ പോളിസികളൊക്കെ രൂപപ്പെടുത്തുക. പിന്നെ സ്ഥാപനത്തിന്റെ തീരുമാനങ്ങൾക്ക് ദിശാബോധം നൽകുക, പ്രവർത്തനം സുഗമമാക്കുക. ഇതാണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ മാനേജ്മെന്റ് ആക്ഷൻസ് ഒക്കെ എടുക്കുന്നു. അഡ്മിനിസ്ട്രേഷൻസ് എന്താണ്? റൂൾസും പോളിസീസും ഒക്കെ റെഡിയാക്കി എഡ്യൂക്കേഷൻ ഒരു നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. അപ്പൊ രണ്ടും അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. നെക്സ്റ്റ് ടോപ്പിക് ലീഡർഷിപ്പ് ആണ്. അതിനു മുമ്പ് ചെറിയൊരു ടോപ്പിക് കൂടെ ഉണ്ട്, തിയറീസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനിൽ കുറെ തിയറീസ് ഉണ്ട്.
അതുകൂടെ നമുക്കൊന്ന് നോക്കാം. തിയറീസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. ദീസ് ഫങ്ഷൻസ് ഡ്രോ ഓൺ ബിസിനസ് ആൻഡ് ഓർഗനൈസേഷൻ തിയറീസ്. ബൊലാം 1999 viewed management as policy execution linked with leadership. ബൊലാം പറഞ്ഞത് എന്താണ്? ഭരണവും നേതൃത്വവും തമ്മിലുള്ള ബന്ധമാണ് വിദ്യാഭ്യാസ മാനേജ്മെന്റ്, വിദ്യാഭ്യാസ ഭരണം എന്നൊക്കെ പറയുന്നത്. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്തായി? ആദ്യം എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനായി, പിന്നെ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റായി, ഒടുവിൽ അത് എഡ്യൂക്കേഷണൽ ലീഡർഷിപ്പായി വികസിച്ചു എന്നാണ് ബോളം പറയുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് തിയറീസ്. അനാലിറ്റിക്കൽ കുറെ തിയറീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് അനാലിറ്റിക് റേഷണൽ തിയറി, അതായത് വിശകലന യുക്തിസഹ സിദ്ധാന്തം. കാര്യങ്ങൾ ക്രമമായി ഘട്ടം ഘട്ടമായി വ്യക്തമായ ലക്ഷ്യവും പ്രശ്നപരിഹാരമൊക്കെ മുൻനിർത്തി ചെയ്യുന്നതാണ് ഈ തിയറി. അടുത്തത് പ്രഗ്മാറ്റിക് റേഷണൽ തിയറി. ലോജിക്, അതായത് എന്താ പറയുക വെച്ചാൽ അപ്രോച്ച് എംഫസൈസ് പ്രാക്ടിക്കൽ ഡിസിഷൻ മേക്കിംഗ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് സിറ്റുവേഷണൽ നീഡ്സ് റാദർ ദാൻ സ്ട്രിക്റ്റ് ലോജിക്. അടുത്ത ലോജിക്കിനേക്കാൾ അനിവാര്യം എന്താണ്? അനുഭവവും സാഹചര്യവും ആശ്രയിച്ച് പ്രായോഗിക തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് പ്രഗ്മാറ്റിക് റാഷണൽ തിയറി പറയുന്നത്. അടുത്തുള്ളതാണ് പൊളിറ്റിക്കൽ തിയറി. മാനേജ്മെന്റ് എന്നത് വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങൾ തമ്മിലുള്ള ശക്തി പോരാട്ടവും ചർച്ചയോ ഉൾക്കൊണ്ടിട്ടുള്ളതാണ് എന്നാണ് പൊളിറ്റിക്കൽ തിയറി പറയുന്നത്. നെക്സ്റ്റ് ഫിനോമിനോളജിക്കൽ സിദ്ധാന്തം. ഓരോ വ്യക്തിയും വിദ്യാഭ്യാസ അന്തരീക്ഷം എങ്ങനെ അനുഭവിക്കുന്നു, അവർക്ക് തോന്നുന്ന വ്യക്തിപരമായ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും പ്രാധാന്യം നൽകുന്നതാണ് ഫിനോമിനോളജിക്കൽ തിയറി. നെക്സ്റ്റ് ഉള്ളതാണ് ഇന്ററാക്ഷണലിസ്റ്റ് തിയറി. സ്ഥാപനത്തിനുള്ളിലുള്ള വ്യക്തികൾ തമ്മിലുള്ള ബന്ധം. ഓക്കെ, സാമൂഹിക ഇടപെടല് മാനേജ്മെന്റിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സ്റ്റാഫ് തമ്മിലുള്ള കോർഡിനേഷനും അങ്ങനെയൊക്കെ ഉള്ളത് മാനേജ്മെന്റ് അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഒറ്റവാക്കിൽ പറയുകയാണെന്നുവെച്ചെങ്കിൽ കാര്യം ചെയ്യുന്നത് ലോജിക്കായിട്ടും പ്രായോഗികമായിട്ടും വ്യക്തിപരമായ അനുഭവം അടിസ്ഥാനമാക്കിയും പിന്നെ സാമൂഹിക ബന്ധങ്ങളെ ആശ്രയിച്ചും ഒക്കെ എങ്ങനെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ് ചെയ്യുന്നത് എന്നാണ് ഈ തിയറീസ് പറയുന്നത്.